ഉച്ചിരി പറ സൗദ. എന്താ പരിപാടി? നീ എന്താണ് ആളെ പറ്റിച്ചിട്ട് പോയത്? ആരെ പറ്റിച്ച്? നീ നമ്മ വെറും 3 ആൾക്കാരെ ഉണ്ടായിനെ. ആ നീ പറ്റിച്ചിട്ട് പോയി. പറ്റിച്ചിട്ടൊന്നുമല്ല. ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ വേറെ വേറെ അടുത്ത സിറ്റുവേഷൻ ആയിരുന്നു. അതങ്ങനെ പറയാലോ. അമ്പി കളിക്കുന്ന ആ കളിക്കോടാ. നീ എന്തോ ചെയ്യും? ബ്രോ പുറത്തിറങ്ങും ബ്രോ. അടിക്ക് മനസ്സിലായാ? നീ വാടാ വാടാ നീ അടിക്കടാ അടിക്കടാ നീ അടിക്കടാ നീ അടി. ബ്രോ ആരടാ ഇതൊക്കെ? ആ ഇവനുണ്ട്. അടിക്കാനും കഴിവില്ലല്ലേ? ഞാൻ എന്തിനെങ്കിലും പോയാടാ. ഇതൊക്കെ വേറെ വള്ളിയൊന്നും പിടിക്കില്ലെന്നാ തരാളോ നിനക്ക് കൊണ്ടേ. ഞാൻ റീസ് പഠിക്കില്ല, ചുമ്മാ കത്തിക്ക കൊള്ളാല്. വണ്ടി ഓടിച്ചോണ്ട് ഇരുന്ന് ഞാൻ ഞാൻ വിളിക്കല്ല. റീസ്പോൺ പിന്നെ അടിക്കും. ഇതില് ചുമ്മാ കത്തിച്ചിട്ട് ഇടിക്കിട്ട് കൊണ്ടാണ്. ഹലോ ഹലോ സാവേജ് ആണോ? എനിക്കൊന്നും ഓർമ്മയില്ലടാ. എന്തെന്ത് സംഭവിച്ച എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. ബ്രോയെ അതെ, ഒരു മിനിറ്റ് ബ്രോയെ ബ്രോയെ എങ്ങോന്നേ. എന്താ ഇപ്പൊ സംഭവിച്ച? എന്താ ബ്രോ? എന്റെ പേര് സാവേജ് ബ്രോ. ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? ഒന്നാമത്തെ ചോദ്യം. ശരിക്കും പറയട്ടെ, ഒരു അബദ്ധം പറ്റിയതാണ്. അബദ്ധം? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ബ്രോ. വെടി വെക്കണേ മുമ്പ് ഒരു ചോദ്യം. അല്ലല്ല, അവിടെ നമുക്ക് കോള് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുച്ചിരിയും ടീം വെളി ഇറങ്ങി എന്ന് പറഞ്ഞാൽ മുതുക്കില് പുറത്ത് കണ്ട ആരെയും വെടിവെച്ചു. അല്ലല്ല, അത് ആദ്യം അവൻ വെളി ഇറങ്ങി. എന്നിട്ട് മറ്റേ ഒരു കോള് വന്നായിരുന്നു, നമുക്ക് സൈക്ലിംഗ് നടക്കുന്നത് സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടായിരുന്നു ബ്രോ. ആള് പറഞ്ഞ ആളൊന്ന് വിളി. അല്ല ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ്. ലെവി, എനിക്ക് എന്താ നടന്നേ കുറച്ച് മുമ്പ്? നീ സൈക്കിൾ ഓടിച്ചോണ്ടിരിക്കുക, നിന്നെ ഇവര് വന്ന് വെടിവെച്ച് കൊന്ന് വേറെ കത്തിച്ച് എന്റെ സാധനം മിസ്. എനിക്ക് അതൊന്നും അറിയണ്ട. അടിച്ചിട്ട് കൊണച്ചെന്തിന് ആരെന്ന് പോലും അറിയാണ്ട്. അത് തന്നെയാണ് ബ്രോ, നമ്മുടെ സൈഡിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ്. അതിന് സോറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ്. എന്നുവെച്ചാൽ അവന് അത് നമ്മൾ സിറ്റിസൺ വള്ളിയായിട്ട് ഒരുത്തം വന്നതാണ്. അവൻ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തന്നെ അടിച്ചിട്ട് കത്തിച്ച്. അപ്പൊ അതറിഞ്ഞ് നമ്മൾ വന്നതാണ്.
അപ്പൊ അതിന്റെ ഇടയിൽ ബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ അത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഒരു കോളിന്റെ മിസ്റ്റേക്ക്. ബ്രോ മിസ്റ്റേക്ക് ഒന്നുമില്ല ബ്രോ, അടിച്ചിട്ട് ബ്രോയ്ക്ക് ചോദിക്കാം, അല്ലെങ്കിൽ പൊങ്ങിട്ട് ചോദിക്കാം കത്തിക്കുന്ന എന്താ ആവശ്യമുള്ളത്. അത് തന്നെ ബ്രോ, അത് തന്നെ ഞങ്ങളെ കത്തിക്കണ്ടെന്ന് കോള് പറയുന്നതിന് മുന്നേ അവന്മാരെടുത്ത് കത്തിച്ച്, അത് ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് അല്ല ബ്രോയും അവിടെ കൊണച്ചായിരുന്നു, ബ്രോ അവിടെ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ബ്രോയുടെ പേരെന്താണ്? ബ്രോയുടെ പേരെന്താണ്? ബ്രോ എന്റെ പേര് മാത്യു എന്നാണ് ബ്രോ, തോമ മാത്യു എന്നാ ബ്രോ. തോമ മാത്യു അല്ലേ? എടാ ടിവിയില് ഒരുത്തനെ എവിടെ നമ്മൾ അടിച്ചേ, മറ്റേ പുച്ചിരി കിച്ചിരിനൊന്നും അല്ല. ഹലോ ബ്രോ. മനസ്സിലായി ബ്രോ. എന്തായാലും കേട്ടോ, മിസ്റ്റേക്ക് പറ്റിയതാണ് ആരൊക്കെയോ കൊണക്കുന്നുണ്ടായിരുന്നല്ലേ ബ്രോ. അത് തന്നെ ബ്രോ, നമ്മള് പറഞ്ഞില്ലേ, നമ്മള് ബ്രോ ആണെന്ന് അറിഞ്ഞിട്ടല്ല വന്നത്, മനസ്സിലായില്ലേ? ബ്രോ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ബ്രോ. പറ. എന്റെ 2 AR ഇന്ന് എനിക്ക് 2 AR കിട്ടണം, ബ്ലാക്ക് മണി കിട്ടണം. അതെ ബ്രോ, അതിന് റീസ്പോൺ ആയിട്ട് ആയി ബ്രോ, ആയി ബ്രോ, അല്ല ബ്രോ, അല്ല 2 AR കിട്ടണം ബ്രോ, 2 AR കിട്ടണം. പക്ഷെ എന്റെ AR ഇല്ല ബ്രോ, AR ഇല്ല. പൊങ്ങിയത് ഇവിടെന്നാണ് ബ്രോ. ബ്രോ വേണേ നോക്കിയോ, ബ്രോ വേണേ റോബേൽ നോക്കിയോ ബ്രോ, റോബേൽ നോക്കിയോ. ഇവിടെ റോബി എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഇല്ല ബ്രോ, ഇല്ല അറിയത്തില്ല ബ്രോ, അറിയത്തില്ല. ഇവിടെ റോബി എങ്ങനെയാണെന്നറിയോ? അറിയത്തില്ല ബ്രോ, അറിയത്തില്ല. അത് പോയി എന്നെ ഇവിടെ കൊന്നു കത്തിച്ച് പറഞ്ഞാവല്ലോ. ടോക്കിയോ ഞാൻ മുതുക്കില് ഫ്രണ്ടില്. പറയണേ ബോബൈ ഒന്നും ചെയ്തില്ല ബോബൈ. വാ ആ ഓക്സി എടാ ഇവന്മാര് കൊന്ന് കത്തിച്ചടാ എന്നെ. പോയെങ്കിൽ തിരിച്ചു തരാന്ന് പറഞ്ഞില്ലേ? സാധനം വല്ല പോയി അതാ പറഞ്ഞത് 2 AR പോയി വന്നിട്ട്. ഒരു മിനിറ്റ് നീ ഒന്ന് കൈ വെക്കുന്നു നോക്കട്ടെ, നിന്റെ കയ്യിൽ സാധനം പോയി നോക്കട്ടെ. കാരണം നീ ഇവിടെ തന്നെ ആയത്, അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ വന്നേ. നീ അത് ഒന്നും അറിയാതെ ഹോസ്പിറ്റലൊന്നും പോയില്ല. ബ്രോ എന്റെ ഇപ്പം ഉള്ളത് ഫയറിംഗ് പിന്നെ അതൊക്കെയാണ്, എന്റെ AR മാത്രം കാണാനില്ല ബ്രോ. എന്റെ AR വേണം, AR വേണം ബ്രോ. AR എന്നില്ലേ ഇത് പ്രശ്നമാവും. കാരണം ഇവിടുന്ന് ഇവൻ ബോബോയ് ഞാൻ ഒരു കാര്യം പറയാം ബോബോയ്. ഞാൻ മുതുക്കി നിന്ന് ചുമ്മാ മറ്റേ ഈ ബൈക്ക് ഓടിച്ച് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഇവര് വേറെ ആരായിട്ടും എന്തോ സിറ്റുവേഷനാ. ഞാൻ അപ്പൊ ഞാൻ പുറത്തേക്ക് ഈ ബൈക്കും കൊണ്ട് ഇവ ഇറങ്ങി എന്നെ അങ്ങ് വെടിവെച്ച് എന്നെ കൊന്നിട്ട് കൊണയടിച്ച് കത്തിച്ച് എന്നിട്ട് പറയാ അയ്യോ ആള് മാറി, സോറി. അവരല്ല ഇത് ടോക്കിയോ. നെറ്റിപ്പട്ട കെട്ടി വന്നാ ഇത് ഇവരെന്നെ ടോക്കിയോ. അതെ ബ്രോ, അത് തന്നെ ബ്രോ ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല നമ്മള് കത്തിച്ചിട്ടും, മനസ്സിലായി? ഇവിടെ തന്നെയാണ് ബ്രോ. പറയട്ടെ, നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനെ അടിച്ചിട്ട് കത്തിച്ചെന്ന് കുഴപ്പമില്ല, മനസ്സിലായി? അത് മനസ്സിലായി. അത് അപ്പം ആ ഒരു കൂട്ടത്തിൽ ഒരുത്തനെ അടിച്ചിട്ട് കത്തിച്ചതിന്റെ പേരിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അല്ലല്ല ഇവൻ ഗ്യാങ് അല്ല. എന്നാലും പറയട്ടെ, ഗ്യാങ് സൂര്യിട്ട് ഇവൻ സൈക്കിൾ ഓടിച്ച് നടക്കുമായിരുന്നു ഇവിടെ വെളിയിൽ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ കോള് വന്നേന്ന് പറഞ്ഞാൽ ഈ മുച്ചിരി എന്ന് പറഞ്ഞ ഒരു നായിന്റെ മോൻ വെളിയിലോട്ട് ഇറങ്ങി. അല്ലല്ല വേണ്ട, അതിന്റെ കൂട്ടത്തില് ഇവൻ വെളി ഇറങ്ങിയപ്പോ അതിന്റെ കൂട്ടത്തില് ഇവനും ഇറങ്ങിയായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്ന് പറഞ്ഞു ഇവ അവന്റെ കൂട്ടത്തിലുള്ള, കാരണം അവന്റെ കൂട്ടത്തിൽ 2-3 പേരുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരുത്തൻ ഡ്രസ് ഇടാതെ വണ്ടി എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു, മനസ്സിലായല്ലേ? ഇത് വണ്ടി എടുത്തുകൊണ്ട് പോയി, മീൻസ് ഒരുത്തൻ ഡ്രസ് ഇല്ലാതെ വണ്ടി എടുത്തുകൊണ്ട് പോയി. അപ്പൊ അടുത്തവൻ സൈക്കിൾ എടുത്തുകൊണ്ട് അങ്ങ് പോയി.
അപ്പൊ ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതാണ് ആ സൈക്കിൾ എടുത്ത വ്യക്തി എന്ന് പറഞ്ഞാണ് നമ്മൾ ഇവനെ അടിക്കുന്നത്, മനസ്സിലായില്ലേ? സൈക്കിൾ അതെന്റെ വിചാരിക്കണം നമ്മുടെ അതല്ല ബോബോയ് കൊന്ന് കത്തിച്ചിട്ട് കൊണയടിച്ച് ബോബോയ് എന്നിട്ടില്ലേ എന്തേലും പോയിട്ടുണ്ട് തരാന്ന് പറഞ്ഞേട്ടാ. ആ കൊണ ബോബോയ് നമ്മള് അത് തന്നെ നമ്മള് പറയട്ടെ, നമ്മൾ അവനെന്ന് പറഞ്ഞാണ് കൊണയടിച്ചത്, അല്ലാതെ ഇവൻ അത് തന്നെയാണ്, അത് ഞങ്ങളുടെ മിസ്റ്റേക്ക്. അത് ഞങ്ങൾ സോറിയും പറഞ്ഞു. പോയ സാധനങ്ങൾ നിങ്ങൾ ഇവിടെ അല്ലേ വന്നത്? ഇവിടെ തന്നെ അല്ലേ വന്നത്? അല്ല ബ്രോ എന്റെ ഇല്ല ബ്രോ എന്റെ കണ്ണില്ല ബ്രോ. ഒരു കാര്യം പറയാം ബ്രോ, കത്തിച്ചപ്പോ അവന്റെ കയ്യിൽ നിന്ന് പോയ സാധനവും അവനോട് സോറിയും പറഞ്ഞാൽ നമുക്ക് ഇത് വിടാം ബ്രോ. അല്ലാണ്ട് അതെ ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് ഓൾറെഡി സോറി പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ബ്രോ ഈ സാധനത്തിന്റെ കേസ് കൊടുത്തിട്ടില്ല, മനസ്സിലായില്ലേ? ബോബ എനിക്കറിയണ്ട ബോബ തോക്കും വേണം സോറി എന്റെ കയ്യിൽ നിന്ന് 2 തോക്ക് പോയി ബോബോയ്. എന്റെ 2 AR ഉണ്ടായിരുന്നു. വേണ്ട നീ കണ്ണു തരണ്ട, ബാക്കി നമ്മളങ്ങ് നോക്കിക്കോളാം. ബാക്കി നമ്മളങ്ങ് നോക്കിക്കോളാം. നീ വിട്ടോ എല്ലാണ്ട് പോകോ ബോബോയ് ചുമ്മാ അടിച്ചൊന്ന് പോയി ഒരു കാര്യം ഇല്ലാണ്ട്. മറ്റേ ഇടയ്ക്ക് വന്ന് കരഞ്ഞവനാറാവൻ. ആവോ എല്ലാം അതിന്റെ ഇല്ല തോക്ക് തരാൻ പറ്റൂലെന്നാ അവൻ പറഞ്ഞേ ലാസ്റ്റ്. അപ്പളാ നമ്മള് പറഞ്ഞ എന്നാ നോക്കിക്കോളാന്ന്. അങ്ങനെയാണ് പറഞ്ഞത്. വെയിറ്റ് ചെയ്യ് ബോബോയ് ഉമാരെ അടിക്കണം ബോബോയ്. ഇവനാടാ പറഞ്ഞടാ സംസാരിച്ച് അടിച്ചിട്ട് ആരാടാ? ഇതൂടാ കണ്ടേ നമ്മളടിക്കണ്ട ഓക്കെ വന്നിട്ട് എന്നെ അടിക്കാനൊക്കെ എന്തിന് ആ കടിയവന്മാർക്ക് ഞങ്ങളെ അവന്മാരെ വെച്ച് വന്നേക്കുന്നു. ആദ്യം ഉമാരപ്പണം ഏതാടാ ജമാലു എന്റെ സാധനമൊന്നും പോയില്ല ബോബോയ്. ഇവന്മാരില്ലേ ഇല്ലില്ല ഇവന്മാരില്ലേ ഓക്കെ അടിച്ച് കൊന്ന് കത്തിച്ചോക്കെ കൊണ അടിച്ചെന്തിന് എന്റെ അടുത്ത് ചോദിച്ചെന്നിട്ടേ സാധനം വല്ലതും പോയോ എന്ന് തരാന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് 2 AR വേണോന്ന്. എല്ലാ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇല്ല ഇത് അടിച്ചു തീർക്കാം അവന്മാർക്ക് തരാൻ ചോദിച്ചപ്പോ കൊണയല്ലായിരുന്നു. ഹലോ എടാ നിങ്ങളറിഞ്ഞ എന്നെ കൊന്ന് കത്തിച്ചറ നാറികളെ. എടാ വെറുതെ മുച്ചിരി കുണ്ണ നീ എടാ ഞാൻ നോക്കുമ്പില്ലേ ഇവന്മാര് മുച്ചിരിനെ അടിക്കണം. മുച്ചിരി നേരെ ഓടി ഇവിടെ കേറി. ഞാൻ ഈ ബൈക്കിൽ എന്റെ കൂടെ ഇത്ര നേരം ഒരുത്തൻ സംസാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ. അവനാണെങ്കി നേരെ ഇവന്റെ കൂട്ടത്തിൽ ഉള്ളതല്ലേന്നും പറഞ്ഞ് നേരെ AR എടുത്ത് എന്നെ അങ്ങ് അടിച്ചതും ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഒന്ന് കൊന്ന് ഉമ്മാര് അങ്ങ് പിന്നെ ടോക്കിയോ ഞാൻ കണ്ടെന്ന് പറഞ്ഞ ഈ സാവേജ് ചുമ്മാ സൈക്കിൾ ഓടിച്ചോണ്ട് പൊക്കോണ്ടിരിക്കുവായിരുന്നു കേട്ടാ. പിന്നെ നോക്കിയപ്പോ അവര് ചുമ്മാ അവനെ സാവേജിനെ ഫയർ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ അവനെ അതാ സംശയം. ഇത് മറ്റേത് അതല്ല, ഇത് വേറെ ടോക്കിയോ. കുട്ടിപ്പട്ടാളം വലിയ വ്യത്യാസമൊന്നുമില്ല, പേര് മാറ്റി. കുട്ടിപ്പട്ടാളം എല്ലാം കുട്ടിപ്പട്ടാളാ. കുണ്ണേഷ് കുമാറുകളായി വലിയ വ്യത്യാസമൊന്നുമില്ല.
ആരാ ഇതൊക്കെ ചുമ്മാ അടിച്ചൊക്കെ കൊന്ന് കത്തിക്കുന്ന എന്തിനാ? മറ്റേ പിസ്റ്റൽ ഉണ്ടാടാ സാവേജ്? ഏത് ഡീഗിളാ? ഇല്ലടാ. എന്താ പറയണത്? മറ്റേ ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ട് ഉണ്ട് ഉണ്ട്. കോമ്പാറ്റാ കോമ്പാറ്റാ വന്നിട്ടില്ല ചേട്ടാ. മൂഞ്ച് പോടാ. നിനക്ക് പ്രശ്നം ഞാനാണേ എന്ത് എന്ത് മുഞ്ചാൻ? എന്ത് മുഞ്ചാൻ? എന്ത് മുഞ്ചാൻ? എന്ത് മുഞ്ചാൻ? എന്ത് മുഞ്ചാൻ? കഴിഞ്ഞില്ലേ? എന്ത് കിടപ്പ്? ഇവിടെ തന്നെ കാണുന്നത് ബ്രോയെ ഇന്നെത്ര പേരെ താങ്ങി? ഇന്നെത്ര പേരെ താങ്ങി കേക്കട്ട്? ഇന്നെത്ര പേരെ താങ്ങി ബ്രോ? ഇന്നെത്ര പേരെ താങ്ങി ബ്രോ കേക്കട്ട്? കൊമ്പച്ചന്റെ 5ാം കാലി വായി കയറിയ കൊമ്പച്ചന്റെ 5ാം കാലി വായി കയറിയ ബ്രോയെ. കൊമ്പച്ചന്റെ 5ാം കാലി കയറിയ ഇന്ന് ആരൊക്കെ വയലിട്ട് കേക്കട്ട്? ഇന്ന് ആരൊക്കെ വയലിട്ട് കേക്കട്ട്? നമ്മളല്ല വേറെ ഇത് ഞാൻ അവിടെ വിളിച്ചിരുത്തി മര്യാദക്കാണ് അവനോട് സംസാരിച്ചോണ്ടിരുന്നേ. അപ്പൊ ഒരുത്തൻ കേറി വന്നിട്ട് പറയുന്നു നിന്നോടൊക്കെ ഇങ്ങനെ കൊണ തന്നെ പറയുമെന്ന്. ഒരുത്തൻ അവന്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ വന്ന് നമ്മളോട് പറഞ്ഞ ഡയലോഗ് അവിടെ മര്യാദയ്ക്കാൻ പറ്റില്ല. അതാണ് അണ്ണന്മാര് മറ്റേ മര്യാദയ്ക്ക് പോയത് കേട്ടാ. കണ്ണു വന്നപ്പോ കഴപ്പ് തുടങ്ങി. അപ്പൊ കണ്ണങ്ങ് തീർത്തു. ഒരു കാര്യം പറയട്ടെ, പുറത്ത് രണ്ടുപേരുണ്ടാ അങ്ങോട്ട് അടിച്ച് തളർത്തിയാലെന്നാ എന്തൊരു എടാ നിന്നെ അടിച്ചു വന്നവനില്ലേടാ ഉച്ചേ അവനെ അടിക്കാൻ ഒരു അവസരം കിട്ടി അടിക്കല്ലേ. നമ്മളെല്ലാരും പുറത്തൊന്നും അടിക്കാം. വെയിറ്റ് ഡ്രസ് മാറിയിട്ട് വരാം. അതിൽ കൊറേ എണ്ണം ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ടുണ്ട്. ഹാപ്പി അല്ലേ? എന്താ ഹാപ്പി? പോടാ. ഞാൻ പറട്ടെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഒരു വള്ളിയും കൂടി കിട്ടാൻ ഞാനാ എന്നെ കൂടെ കേറ്റിക്കൊണ്ട് പോകാനുള്ള മനസ്സ് നിനക്ക് ഇല്ലല്ലോടാ. എടാ പുറത്ത് നിക്കണ പച്ചബാഗിനെ അടിച്ചിട്ടാലടാ. എടാ വില്ല് നീ അവിടെ വെയിറ്റ് ചെയ്യണേ. എടാ വെയിറ്റ് വരണോ അങ്ങോട്ട്? ഇനി ഡ്രസ് മാറാൻ ഉടുപ്പ് മാറി കുറിയും അതിലുള്ള ആണ് ടോക്കിയോ ഉള്ളതാണ്. എടാ അവനെ അങ്ങനെ കേറിക്കൂടാ. കിണഞ്ഞ് ഓടുന്ന ഈ കോച്ചി പിടിച്ചു കിടക്കുന്ന പെൺകൊച്ചാണോ ഈ ടോക്കിയോ മഞ്ചിക്കകത്തുള്ള? അതെ ആരാടാ പച്ച ബാഗ് ഇട്ടേക്കണവനെ കണ്ടോടാ? അവനെയാണ് അടിക്കണ്ടേ. ആ പച്ച ബാഗ് ഇട്ടവനെ. അംസകുട്ടി ചുമ്മാ നിന്നെ ഫ്രീ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ എത്തി ഗ്യാങ് ഹൗസിലുണ്ട്. അയ്യോ ഡ്രസ് ഷോപ്പിലോട്ടോ അന്നേ അങ്ങോട്ട് വരാം. ഗ്യാങ് ഹൗസ് വരാം. കൊച്ചാപ്പി ആരെങ്കിലും വണ്ടി ഒഴിഞ്ഞാൽ നമുക്ക് അത്ര എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടും. ഞാൻ പോയേക്കാം. അയ്യോ ഹലോ എടാ നിന്നെ വന്നായിരുന്നു കളിച്ചൂടായിരുന്നു. ഞാൻ വരുന്നേ അമ്മാര് റോട്ടില് ഈ വണ്ടി കയറി കുട്ടി. ഹലോ ആ ഫ്ലഫി.
വലിയ നമ്മുടെ വണ്ടിയിലെ വണ്ടി എല്ലാം കഴിഞ്ഞു പറയണ പണി ഇതിപ്പോ എവിടെ വണ്ടി ഇല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കേ ടോക്കിയോയിൽ എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വണ്ടി ഇറങ്ങുമ്പോ ടയർ അടിച്ചോട്ടിക്കണം. ആണ് ടോക്കിയോ 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 എവിടെ നീ? നീ എവിടെ നീ എവിടാടോ? ഈ വണ്ടിയിൽ ഞാൻ നീ എവിടെ? ഈ വണ്ടി കണ്ടോ? ഇതല്ലേ ഗ്യാങ് ഉണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ. കളിപ്പുള്ളിയാ നീയൊക്കെ എല്ലാരും ഒറ്റ വണ്ടി പോണ്ടാ. ഓൺ ഫുട്ട് അടിച്ചോ? രണ്ടെണ്ണം വെച്ച് ഇതിന്റെ അകത്ത് ഇടാടാ. ബോബൈ മെത്തും ജോയിന്റ് ഒന്ന് ഇതിന്റെ അകത്ത് ഇടോ. ഗ്യാങ് വണ്ടി എടുത്തിട്ട് വരാടാ. സ്നൈപ്പ് ഒന്ന് വെയിറ്റ് ചെയ്യേ. ഞാൻ ഫോൺ ചെയ്ത് തരാം. ഗ്യാങ്സ് വരെ പോയിട്ട് വരാം. നിക്ക് പോരാ. പോയിട്ടോ ഗ്യാങ്സ് വരെ പോയിട്ട് ഇല്ല. രായണ്ടയിലാന്ന് തോന്നുന്നു. രായണ്ണ ഡിഫൻഡർ ഉണ്ട്. രായണ്ണ ഡിഫൻഡർ ഉണ്ട്, പക്ഷെ പെട്രോൾ ഇല്ല. ഇനി അവന്മാര് കേറോടാ. ടോക്കിയോ നീ സാവേജിനെ അടിക്കാൻ നിർദ്ദേശിച്ച് നോക്കിയാൽ നിന്റെ അടുത്ത് എന്തിനാണോ പൊണച്ചാ? എന്റെ അടുത്ത് ഞാൻ അവിടെ ഒരു ലീഡറാണോ കോ ലീഡറാണോ അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഈ ഹംസ എന്ന് പറഞ്ഞിട്ട് നീ നിന്നോട് ഇങ്ങനെ തന്നെ സംസാരിക്കും, ഇങ്ങനെ കൊണ തന്നെ സംസാരിക്കും. നീ പിന്നെ സാവേജിനെ അടിച്ചു പോകുന്നത് ഇവരല്ലാന്നൊക്കെയാണ് എന്നെ ഇപ്പൊ വിളിച്ചിട്ട് പറയണത്. വേറെ ആരൊക്കെയാണ് അടിച്ചെന്നൊക്കെയാണ് പറയണത്. അടിച്ചു കൊന്ന് ഇമാരില്ല. ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒന്ന് ഓർത്തിട്ട് പറഞ്ഞുതരാവേ. സംഭവം ഇമാര് വെളി ഇറങ്ങി എന്നെ അടിച്ച് മൊട്ടം വിഫ്. ഞാൻ ഈ ബൈക്കിൽ കറങ്ങിക്കൊണ്ടിരുന്ന കേട്ടാ. എന്നിട്ട് ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്ന് എന്നെ ഇടിച്ച്. അല്ല. അപ്പം എന്നെ ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ച് ഞാൻ ചത്ത്. ഒരു പയ്യൻ പുറത്ത് മെസ്സേജ് വീഡിയോ ആയിട്ട് ഒരു മിനിറ്റ്. അടിച്ചത് ടോക്കിയോ ഇല്ല, അത് മംഗലശ്ശേരിയാ. എടാ അടിച്ചതല്ലടാ. ഇവന്മാരില്ലേ വണ്ടി ഇടിച്ചത് വേറെ ടീമാ തോന്നുന്നു. മനസ്സിലായാ? MJ ഒന്നും അല്ല വണ്ടി ഇടിച്ചത്. നിന്നെ വെടിവെച്ച് കൊന്നില്ലേ? കൊന്നില്ല, വെടിവെച്ചത് മംഗലശ്ശേരി. പിന്നെ ആ ടൈമില് നിന്നെ ആരോ വന്ന് അല്ല ടോക്കിയോടാ. അവൻ തന്നെ ഞാൻ പൊങ്ങിട്ട് അവന്റെ അടുത്ത് സംസാരിച്ചേ. കൺഫേം ആടാ. അവൻ തന്നെയാണ്. തോമസ് മാത്യുവാ. അവൻ ടോക്കിയിലുള്ളല്ലേ? വെയിറ്റ് അടാ, അവനാടാ മറ്റേ ടോക്കിയോ എന്നാടാ. ഹലോ അണ്ണാ. ഹലോ എടാ, നീ എന്ത് ഇങ്ങനെ പോണ? ഹലോ സ്നൈപ്പേ. എടാ PL 20 ടോക്കി എന്നാടാ? ടോക്കി തന്നെയാണ്. MJ ഒന്നും അല്ല.